ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ മൊഡ്യൂൾ 2 പാർട്ട് 2 ക്ലാസ്സാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിപ്പോസിറ്ററി ഈ ഒരു ടോപ്പിക്കാണ് ആദ്യം ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ ഡിപ്പോസിറ്ററി ഈസ്, ഒരു ഡിപ്പോസിറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഹോൾഡ്സ് ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ദ ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ്. ഇപ്പോൾ ഡിപ്പോസിറ്ററീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റീസിൻ്റെ, അതായത് ഷെയറുകൾ, ഡിബഞ്ചറുകൾ, അപ്പോൾ അതൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഒരു മീഡിയേറ്ററാണ് അല്ലെങ്കിൽ സംവിധാനമാണ് ഡിപ്പോസിറ്ററി എന്ന് പറയുന്നത്. നമ്മുടെ ഷെയറുകളൊക്കെ ഡിപ്പോസിറ്ററിയിൽ ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടുകളിൽ നമ്മൾ ആ ഒരു ഡിമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റിൽ, ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഷെയറുകൾ സൂക്ഷിച്ച് വയ്ക്കും. അതിനുശേഷം ആ ഷെയറുകൾ വിൽക്കുമ്പോൾ അത് വാങ്ങുന്ന ആളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക്, ഈ വിൽക്കുന്ന ആളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. വാങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ് ഷെയറുകൾ വരിക. അപ്പോൾ നമുക്ക് സേഫായിട്ട് സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ സൂക്ഷിച്ച് വയ്ക്കുന്നതിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ നമുക്ക് എന്ത് വിളിക്കാം? ഡിപ്പോസിറ്ററി എന്ന് വിളിക്കാം. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ഡിപ്പോസിറ്ററി. ഡിപ്പോസിറ്ററി ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് സേഫ് കീപ്പിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ദെയർ ട്രാൻസ്ഫർ എന്നുള്ളതാണ്. അതായത് ഷെയറുകളും ഡിബഞ്ചറുകളൊക്കെ സേഫായിട്ട് കീപ്പ് ചെയ്യുക, അത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വാങ്ങൽ വിൽപ്പന അടക്കുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അല്ലേ. അപ്പോൾ അതാണ് ഡിപ്പോസിറ്ററി ചെയ്യുക. വിച്ച് ഓഫ് ദി ഫോളോവിങ് സർവീസസ് ഈസ് നോട്ട് ടിപ്പിക്കലി ഓഫേർഡ് ബൈ ഡിപ്പോസിറ്ററീസ്. ഡിപ്പോസിറ്ററീസ് ഓഫർ ചെയ്യാത്ത സർവീസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഡിപ്പോസിറ്ററിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു സർവീസിൽ പെടുന്നത് സെറ്റിൽമെൻറ്റ് ഓഫ് ട്രേഡിൻ്റെ സെറ്റിൽമെൻറ്റ് സഹായിക്കുന്നു അല്ലേ. അതായത് ഒരു ഷെയർ വിറ്റ് കഴിഞ്ഞാൽ ആ വിറ്റ ആളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് വാങ്ങുന്ന ആളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയറുകൾ എത്തുകയും അതിൻ്റെ പണം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ അതിനാണ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ ഒരു ഡിപ്പോസിറ്ററിയുടെ സഹായം ആവശ്യമാണ്. ദെൻ കോർപ്പറേറ്റ് ആക്ഷൻസ് ലൈക്ക് ഡിവിഡൻഡ് റൈറ്റ്സ് ഇഷ്യൂ. നമുക്ക് ഡിവിഡൻഡ് പ്രഖ്യാപിക്കുമ്പോൾ, കമ്പനികളൊക്കെ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുമ്പോൾ ഡിപ്പോസിറ്ററിയിൽ കീപ്പ് ചെയ്തിരിക്കുന്ന ഷെയറുകളുടെ എണ്ണം എത്രയാണോ അതിനനുസരിച്ചാണ് ആ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുക അല്ലേ. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യവും ഡിപ്പോസിറ്ററീസ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. റെക്കോർഡ് കീപ്പിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, എത്ര ഷെയറുകളാണ്, അതിൻ്റെ കണക്ക് എത്രയാണ്, അതിൻ്റെ വില എത്രയാണ്, ക്വാണ്ടിറ്റി എത്രയാണ് ഇപ്പോൾ ഉള്ളത്, അതെല്ലാം അത്തരത്തിലുള്ള റെക്കോർഡ് കീപ്പിങ്സും ഈ ഡിപ്പോസിറ്ററീസ് നടത്തുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസസ്, ഏത് ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള അഡ്വൈസറി സർവീസുകളൊന്നും നിങ്ങൾക്ക് ഈ ഒരു ഡിപ്പോസിറ്ററിയിൽ നിന്ന് ലഭിക്കുന്നതല്ല. അപ്പോൾ അതൊക്കെ ഫിനാൻഷ്യൽ ബ്രോക്കേഴ്സ്, ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സൊക്കെയാണ് അത് ചെയ്യുക. ദെൻ വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് റീമെറ്റീരിയലൈസേഷൻ. റീമെറ്റീരിയലൈസേഷൻ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റീരിയലൈസേഷൻ എന്താണെന്നും റീമെറ്റീരിയലൈസേഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മെറ്റീരിയലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ഫോമിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റുകളെ മെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റിൽ അല്ലെങ്കിൽ അതിനെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് മെറ്റീരിയലൈസേഷൻ. അപ്പോൾ അതിനെ തിരിച്ച് ചെയ്യുന്നതിനാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഈ ഡിപ്പോസിറ്ററിയിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ ഷെയറുകളെ തിരിച്ച് ആ ഫിസിക്കൽ ഫോർമാറ്റിലേക്ക്, അതായത് പേപ്പർ രൂപത്തിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടു കൺവേർട്ട് ഇലക്ട്രോണിക് സെക്യൂരിറ്റീസ് ബാക്ക് ഇൻ ടു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ റീമെറ്റീരിയലൈസേഷനും മെറ്റീരിയലൈസേഷനും ഓർത്തിരിക്കണം. റീമെറ്റീരിയലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള ഷെയറുകളെയാണ് നമ്മൾ ഫിസിക്കൽ സർട്ടിഫിക്കറ്റിലേക്ക് മാറ്റുക. മെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്, ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ദ ടേം ഡിമെറ്റീരിയലൈസേഷൻ റെഫേഴ്സ് ടു, ഡിമെറ്റീരിയലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ കൺവേർഷൻ ഓഫ് ഫിസിക്കൽ സെക്യൂരിറ്റീസ് ഇൻ ടു ഇലക്ട്രോണിക് ഫോർമാറ്റ് അല്ലേ. അപ്പം നമ്മുടെ മെറ്റീരിയലൈസേഷൻ അല്ല, ഞാൻ ആദ്യം പറഞ്ഞു മെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞിരുന്നു, ഇതിനെ ഡിമെറ്റീരിയലൈസേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ, ഡിമെറ്റീരിയലൈസേഷൻ. അപ്പോൾ ഡിമെറ്റീരിയലൈസേഷൻ എന്താണ് നമ്മൾ സൂചിപ്പിക്കുക? അതായത് നമ്മൾ ഫിസിക്കലായിട്ടുള്ള സെക്യൂരിറ്റീസിനെ നമ്മൾ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിനെയാണ് ഡിമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അതിന് തിരിച്ച് ചെയ്യുന്നതിന് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ വാട്ട് ഈസ് ദി റോൾ ഓഫ് എ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. ഒരു ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പോസിറ്ററിക്കും ഇൻവെസ്റ്റേഴ്സിനും ഇടയിലുള്ള ഇടനിലക്കാരെയാണ്, ഇൻ്റർമീഡിയറിനെയാണ് നമ്മൾ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ന് വിളിക്കുക. ആ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് വഴിയാണ് ഡിപ്പോസിറ്ററി ഇത്തരം സേവനങ്ങൾ ഇൻവെസ്റ്റേഴ്സിന് നൽകുക. ദെൻ വാട്ട് ഡസ് NFDL സ്റ്റാൻഡ് ഫോർ. NFDL CDSL അല്ലേ, അത്തരത്തിലുള്ള ആ രണ്ട് ഡിപ്പോസിറ്ററീസ്. അപ്പോൾ എന്താണ് NFDL എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററീസ് ലിമിറ്റഡ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിപ്പോസിറ്ററിയാണ് നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററീസ് ലിമിറ്റഡ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ബോത്ത് NFDL ആൻഡ് CDSL. ഈ NFDLൻ്റെയും CDSLൻ്റെയൊക്കെ ആ ഒരു പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ഹോൾഡിംഗ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റ്. ഇലക്ട്രോണിക് ഫോർമാറ്റിൽ നമ്മൾ സെക്യൂരിറ്റികൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഡിപ്പോസിറ്ററീസിൻ്റെ പ്രധാന ഉദ്ദേശം അല്ലേ. അപ്പോൾ NFDLും CDSLുമാണ് ഡിപ്പോസിറ്ററീസ്.
ദെൻ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ഡിമാറ്റ് അക്കൗണ്ട്സ്. ഡിമാറ്റ് അക്കൗണ്ടുകളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. ദേ അലൗ ഇൻവെസ്റ്റേഴ്സ് ടു ഹോൾഡ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോം. അപ്പോൾ നമുക്ക് ഈ ഡിപ്പോസിറ്ററീസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയറുകൾ അത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ടുകൾ വഴിയാണ്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബാങ്കിൽ ക്യാഷ് ഇടും അല്ലേ, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യില്ലേ. അപ്പോൾ അതുപോലെ ബാങ്കിന് തുല്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഡിമാറ്റ് അക്കൗണ്ടിൽ ക്യാഷിന് പകരം സൂക്ഷിക്കപ്പെടുന്ന എന്താണ്, ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയറുകളാണ് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ കീപ്പ് ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് ഫോമിൽ സെക്യൂരിറ്റീസ് കീപ്പ് ചെയ്യുന്നതിന് ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്നതാണ് ഡിമാറ്റ് അക്കൗണ്ടുകൾ. ആ ഡിപ്പോസിറ്ററീസ് ആണ് ഈ ഡിമാറ്റ് അക്കൗണ്ടിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഫിസിക്കൽ സെക്യൂരിറ്റീസ് ഇൻ ടു ഇലക്ട്രോണിക് ഫോം. അപ്പോൾ നമുക്ക് ഫിസിക്കൽ സെക്യൂരിറ്റീസിനെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് ഇലക്ട്രോണിക് ഫോമുള്ള സെക്യൂരിറ്റീസായിട്ട് മാറ്റുന്നതിനെ എന്തായിരുന്നു വിളിക്കുന്നത്, ഡീമെറ്റീരിയലൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ കീ അഡ്വാൻറ്റേജസ് ഓഫ് റീമെറ്റീരിയലൈസേഷൻ. റീമെറ്റീരിയലൈസേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഇറ്റ് അലൗസ് ഇൻവെസ്റ്റേഴ്സ് ടു റിസീവ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർ റെക്കോർഡ് കീപ്പിംഗ്. അപ്പോൾ നമുക്ക് ഫിസിക്കലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ആവശ്യമുള്ള സന്ദർഭം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, റീമെറ്റീരിയലൈസേഷൻ വഴി ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള ആ ഷെയർ സർട്ടിഫിക്കറ്റുകൾ തിരിച്ച് ഫിസിക്കൽ ഫോർമാറ്റിലേക്ക് മാറ്റാം. ദെൻ സെക്ഷൻ ബിയിലേക്ക് പോകുക. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ബെനിഫിറ്റ് ഓഫ് യൂസിങ് ഡിപ്പോസിറ്ററി. ഡിപ്പോസിറ്ററി യൂസ് ചെയ്യാത്തതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം ഡിപ്പോസിറ്ററി യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റുകളാണല്ലേ. റെഡ്യൂസ്ഡ് പേപ്പർ വർക്ക്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. കാരണം അത് ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ജസ്റ്റ് ഒരു ക്ലിക്ക് മതി അല്ലേ. ആൻഡ് ഷെയറിൻ്റെ എണ്ണം വെച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ഒരു അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ അത്രമാത്രം ഈസിയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. പേപ്പർ വർക്കുകൾ കുറവാണ്. ഫാസ്റ്റർ സെറ്റിൽമെൻറ്റ് ഓഫ് ട്രേഡ്, വളരെ പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. എൻഹാൻസ്ഡ് സെക്യൂരിറ്റി, സെക്യൂറാണ്. ഫിസിക്കൽ ഫോർമാറ്റിലൂടെ ഷെയർ സർട്ടിഫിക്കറ്റുകളൊക്കെ ആണെങ്കിൽ അത് മോഷണം പോകുന്നൊക്കെ പേടിക്കാം. ഇവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളില്ല. അതുകൊണ്ട് അത് സെക്യൂരിറ്റി കൂടുതലാണ്. ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ലോസ് ഓഫ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്. ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ലോസ് കൂടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് അല്ല, ഡിമെറ്റീരിയലൈസ്ഡ് ആയിട്ടാണല്ലേ. അതായത് നമ്മൾ ഇലക്ട്രോണിക് ഫോർമാറ്റിലാണ് ഇത് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഡിപ്പോസിറ്ററിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ല അല്ലേ, ഒരു ബെനിഫിറ്റായിട്ട് അതിനെ പറയാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, ഹൗ ഡു ഡിപ്പോസിറ്ററീസ് എൻഹാൻസ് ദ എഫിഷ്യൻസി ഓഫ് ദി സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ അതിൻ്റെ എഫിഷ്യൻസി ഡിപ്പോസിറ്ററീസ് എങ്ങനെയാണ് കൂട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൈ റെഡ്യൂസിങ് സെറ്റിൽമെൻറ്റ് ടൈംസ് ആൻഡ് മിനിമൈസിങ് റിസ്ക് ഓഫ് ഷെയർ ട്രാൻസ്ഫർ. സെറ്റിൽമെൻറ്റ് വളരെ ഫാസ്റ്റായിട്ട് നടത്താൻ വേണ്ടി സാധിക്കും. നമുക്ക് ഷെയർ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക് വളരെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ അബൌട്ട് ഡിപ്പോസിറ്ററി. ഡിപ്പോസിറ്ററിയെ കുറിച്ച് ട്രൂ ആയിട്ടുള്ള കാര്യം എന്താ ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ആക്ട്സ് ആസ് എ ബ്രോക്കർ ഇൻ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ. സെക്യൂരിറ്റി ട്രാൻസാക്ഷനിലെ ബ്രോക്കർ അല്ല, ഡിപ്പോസിറ്ററി ബ്രോക്കർ അല്ല. ഇറ്റ് ഗ്യാരണ്ടീസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി മേൽ ഉറപ്പായിട്ടുള്ള റിട്ടേൺ ഈ ഡിപ്പോസിറ്ററി ഓഫർ ചെയ്യുന്നതൊന്നും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് സെക്യൂരിറ്റീസ് ഫിസിക്കലി സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുന്നില്ല അല്ലേ, ഇലക്ട്രോണിക് ഫോർമാറ്റിലാണ്, അത് ശരിയാണ്. ഇറ്റ് ഈസ് പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഒന്നും അതിൻ്റെ ലക്ഷ്യങ്ങളല്ല. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ബെനിഫിറ്റ് ഓഫ് ഡിപ്പോസിറ്ററി. ഡിപ്പോസിറ്ററിയുടെ ബെനിഫിറ്റ് അല്ലാത്ത എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ബെനിഫിറ്റാണ്. റെഡ്യൂസ്ഡ് പേപ്പർ വർക്ക്, ഫാസ്റ്റർ സെറ്റിൽമെൻറ്റ്, എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ഒക്കെ അല്ലേ. അപ്പോൾ ഇൻക്രീസ്ഡ് ലോസ് ഓഫ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ആദ്യം ഒന്ന് കണ്ടതാണ്. ദെൻ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ഡിപ്പോസിറ്ററീസ്. ഡിപ്പോസിറ്ററീസുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്. NFDL വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1996 ആസ് ദി ഫസ്റ്റ് ഡിപ്പോസിറ്ററി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫസ്റ്റ് ഡിപ്പോസിറ്ററി 1995 അത് ഇൻകോർപ്പറേറ്റ് ചെയ്തു. 1996 മുതൽ അത് പ്രവർത്തനം ആരംഭിച്ചല്ലേ. അപ്പോൾ NFDL 1996 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടെന്ന് പറയാം. CDSL പ്രൊവൈഡ്സ് എ സർവീസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഗവൺമെൻറ് സെക്യൂരിറ്റി. ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് വേണ്ടിയാണ് CDSL എന്ന് പറയുന്ന ഡിപ്പോസിറ്ററി ഉള്ളതെന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ബോത്ത് NFDL ആൻഡ് CDSL അലോ ഇൻവെസ്റ്റേഴ്സ് ടു ഹോൾഡ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോം. രണ്ടും ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഷെയറുകൾ കീപ്പ് ചെയ്യുന്നതിനുള്ള ഡിപ്പോസിറ്ററീസ് ആണ് അല്ലേ. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണോ, എയും സിയുമാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെ. A and C ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഡിപ്പോസിറ്ററീസ് ആൻഡ് ഡിമാറ്റ്. ഡിപ്പോസിറ്ററീസും ഡിമാറ്റുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നു. എ ഡിമാറ്റ് അക്കൗണ്ട് ഈസ് റിക്വയർഡ് ടു ഹോൾഡ് സെക്യൂരിറ്റീസ് ഇൻ ഫിസിക്കൽ ഫോം. ഡിമാറ്റ് അക്കൗണ്ട് ഫിസിക്കൽ ഫോർമാറ്റിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി അല്ല ഡിമാറ്റ് അക്കൗണ്ട് അല്ലേ, ഇലക്ട്രോണിക് ഫോർമാറ്റിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അല്ലേ. അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യമാണ്. CDSL ആൻഡ് NFDL ആർ ബോത്ത് റെഗുലേറ്റഡ് ബൈ സെബി. CDSLും NFDLും അത് സെബിയുടെ നിയന്ത്രണമുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. സെബിയാണ് അതിൻ്റെ റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത് അല്ലേ. ഡീമെറ്റീരിയലൈസേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഫിസിക്കൽ സെക്യൂരിറ്റീസ് ഇൻ ടു ഇലക്ട്രോണിക് ഫോം. ഫിസിക്കൽ സർട്ടിഫിക്കറ്റുകളെ, ഫിസിക്കൽ ഫോമിലുള്ള ഷെയറുകളൊക്കെ നമ്മൾ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്ന പ്രക്രിയ ഡീമെറ്റീരിയലൈസേഷനാണ്. അത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. റീമെറ്റീരിയലൈസേഷൻ എന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്. ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള ഷെയറുകളെ നമ്മൾ ഫിസിക്കൽ ഫോർമാറ്റിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ B and C ആർ കറക്റ്റാണ്.
ഡീമെറ്റീരിയലൈസേഷൻ റെഡ്യൂസസ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഹോൾഡിംഗ് ഫിസിക്കൽ സെക്യൂരിറ്റീസ്. നമ്മൾ ഫിസിക്കലായിട്ട് സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മോഷണം പോകാനോ അല്ലെങ്കിൽ കീറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റിസ്ക് എല്ലാം ഇലക്ട്രോണിക് സെക്യൂരിറ്റീസ്, ഇലക്ട്രോണിക് ഫോർമാറ്റിൽ സെക്യൂരിറ്റീസ് സൂക്ഷിക്കുന്നത് അത് തടയുന്നുണ്ടല്ലേ. അപ്പോൾ അതിനെയാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തെഫ്റ്റ്, ലോസ് തുടങ്ങിയ നഷ്ടങ്ങൾ കുറയ്ക്കുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശരിയാണ്. റീമെറ്റീരിയലൈസേഷൻ റീമെറ്റീരിയലൈസേഷൻ മാറിപ്പോകരുത്. റീമെറ്റീരിയലൈസേഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഇലക്ട്രോണിക് സെക്യൂരിറ്റീസ്. അപ്പോൾ ഇലക്ട്രോണിക് സെക്യൂരിറ്റീസിനെ ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റുന്നതിന് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത് ശരിയാണ്. ഇൻവെസ്റ്റേഴ്സ് ഓപ്റ്റ് ഫോർ റീമെറ്റീരിയലൈസേഷൻ ടു റിസീവ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് റീമെറ്റീരിയലൈസേഷൻ ഓപ്റ്റ് ചെയ്യുന്നത്. ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടും അല്ലേ. എ ഡിമാറ്റ് അക്കൗണ്ട് ഈസ് റിക്വയർഡ് ടു ഹോൾഡ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ സെക്യൂരിറ്റീസ് കീപ്പ് ചെയ്യുന്നതിന് ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. ശരിയായിട്ടുള്ള കാര്യമാണ്. എ ഡിമാറ്റ് അക്കൗണ്ട് ഫംഗ്ഷൻസ് സിമിലർലി ടു ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ് ഡിമാറ്റ് അക്കൗണ്ട് പ്രവർത്തിക്കുന്നത്. സ്റ്റോറിംഗ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോം ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ്. ഒരു ബാങ്കിലെ ക്യാഷ് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് അതിന് പകരമായിട്ട് സെക്യൂരിറ്റീസ് ആണ് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നത് മാത്രം. രണ്ട് കാര്യങ്ങൾ ശരിയാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ റിഗാർഡിംഗ് ദ ഡിപ്പോസിറ്ററീസ് ആൻഡ് ഡിമാറ്റ്. താഴെ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. ഡിമെറ്റീരിയലൈസേഷൻ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ലോസ് ഓഫ് തെഫ്റ്റ് ഓഫ് ഫിസിക്കൽ സെക്യൂരിറ്റീസ് അല്ലേ. ശരിയാണ്, നമ്മൾ കണ്ടതാണ്. ബോത്ത് NFDL ആൻഡ് CDSL റിക്വയർ ഇൻവെസ്റ്റേഴ്സ് ടു മെയിൻറ്റെയിൻ മിനിമം ബാലൻസ് ഫോർ ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു മിനിമം ബാലൻസ് ഉണ്ടായിരിക്കണമെന്ന് നിബന്ധന വയ്ക്കുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു നിബന്ധനയില്ല. ദ പ്രോസസ് ഓഫ് റീമെറ്റീരിയലൈസേഷൻ ഇൻവോൾവ്സ് ഇലക്ട്രോണിക് ഫോർമാറ്റിലെ ഷെയറിനെ ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റുന്നതിനെയാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ശരിയാണല്ലേ. അപ്പോൾ എയും സിയുമാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. ദ നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ് NFDL വാസ് ദി ഫസ്റ്റ് ഡിപ്പോസിറ്ററി ഇൻ ഇന്ത്യൻ. കറക്റ്റാണ്. ഫസ്റ്റ് ഡിപ്പോസിറ്ററി NFDL ആണ്. NFDL വാസ് എസ്റ്റാബ്ലിഷ് ഇൻ 1996 ടു ഫെസിലിറ്റേറ്റ് ദ ഹോൾഡിംഗ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോം. രണ്ടും ശരിയാണല്ലേ. NFDL ഇലക്ട്രോണിക് ഫോർമാറ്റിൽ സെക്യൂരിറ്റീസ് കീപ്പ് ചെയ്യുകയും അതിൻ്റെ ട്രാൻസ്ഫറിനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷനാണ് NFDL അല്ലേ. ഇപ്പോൾ CDSL ഉണ്ട്. CDSL അതാണ് ഏറ്റവും കൂടുതൽ ഡിമാറ്റുകൾ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പോസിറ്ററി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CDSL ആണല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സ്പെക്കുലേറ്റേഴ്സ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ധാരാളം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലെ സ്പെക്കുലേറ്റേഴ്സ് ആയിട്ടുള്ള ബിയർ, ബുള്ള്, സ്റ്റാഗ്, ലെയിംഡെക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ഈ സ്പെക്കുലേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ മാറിപ്പോകാതെ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ദെൻ ഹൂ ഈസ് ബുൾ ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. ഈ ബുള്ളെന്ന് പറയുന്ന ആ ഒരു സ്പെക്കുലേറ്റർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ബുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ കാള എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുന്നത്. ആൻ ഇൻവെസ്റ്റർ ഹൂ ബിലീവ്സ് പ്രൈസസ് വിൽ റൈസ്. അത് ഷെയറിൻ്റെ വില കൂടും എന്ന് പ്രതീക്ഷിക്കുന്ന സ്പെക്കുലേറ്ററെ എന്ത് വിളിക്കാം? ബുൾ എന്ന് വിളിക്കാം അല്ലേ. അവരെയാണ് നമ്മൾ ആ ഒരു സ്പെക്കുലേറ്റേഴ്സിനെയാണ് ബുൾ എന്ന് പറയുക. സ്പെക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊഹക്കച്ചവടമാണ്. അതായത് ഷെയറിൻ്റെ വില കൂടും അല്ലെങ്കിൽ കുറയും എന്ന പ്രതീക്ഷയിൽ നമ്മൾ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെയാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുക. അവർ ഷോർട്ട് ടൈമിലേക്ക് വേണ്ടിയാണ് ഈ ഒരു ഊഹത്തിൽ അവർ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. കുറച്ച് കാലത്തേക്കാണ്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് അല്ല സ്പെക്കുലേറ്റേഴ്സ്. അതായത് ഒരു കമ്പനിയുടെ ഷെയർ ഇന്ന് 500 രൂപയാണ്, നാളെ 100 രൂപ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അയാൾ 500 രൂപയുടെ കുറേ ഷെയറുകളൊന്ന് വാങ്ങിച്ചു വയ്ക്കും അല്ലേ. എന്നിട്ട് നാളെ അത് 600 രൂപയ്ക്ക് അവർ വിൽക്കും. അതിൻ്റെ ആ ഒരു വ്യത്യാസമാണ് അവരുടെ ലാഭം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഷെയറുകൾ വിറ്റുകൊണ്ട് ക്യാഷാക്കി മാറ്റുന്ന അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് പിന്നീട് നമ്മൾ വിൽക്കുകയും പിന്നീട് വാങ്ങുകയൊക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള ആ ഒരു ഷോർട്ട് ടൈമിലേക്കുള്ള ആ ഒരു ഷെയർ ഡീൽ ചെയ്യുന്ന ആളുകളെ നമുക്ക് എന്ത് വിളിക്കാം? സ്പെക്കുലേറ്റേഴ്സ് എന്ന് വിളിക്കാം അല്ലേ. അതിൽ തന്നെ ഷെയർ പ്രൈസ് കൂടുമെന്ന പ്രതീക്ഷയിൽ ഇരിക്കുന്ന ആളുകളെയാണ് ബുൾ എന്ന് പറയുക. ബുള്ളിഷ് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡീസസ് എല്ലാം കൂടുമെന്ന പ്രതീക്ഷയിലുള്ള ആളുകളാണ് ഈ ബുള്ളിഷ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് കുറേ ആളുകൾ ഈ ഷെയറിൻ്റെ വില കൂടുമെന്ന് പ്രതീക്ഷിക്കാൻ എന്ത് ചെയ്യും? ആളുകളെല്ലാം ഇന്ന് ഷെയറുകൾ വാങ്ങിച്ചു വയ്ക്കും അല്ലേ. അപ്പോൾ അങ്ങനെ കൂടുതൽ ആളുകൾ ഷെയറുകൾ വാങ്ങിക്കുമ്പോൾ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ബുള്ളിഷ് ട്രെൻഡിലാണ്. അതായത് കാളകൾ വിപണിയെ കീഴടക്കുന്നു എന്ന് പറഞ്ഞാൽ കാളകളുടെ തേരോട്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രങ്ങളിൽ കാണാം അല്ലേ. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ ഷെയറുകൾ വാങ്ങുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഉയരുമ്പോഴാണ് ഈ ബുള്ള് കൂടുതൽ ആക്റ്റീവ് ആകുന്നത് അല്ലേ. ആ പ്രതീക്ഷയിൽ അങ്ങനെ ആളുകൾ കൂടുതൽ ഷെയറുകൾ വാങ്ങുമ്പോഴാണ് ബുള്ളിഷ് ട്രെൻഡ് ഉണ്ടാവുക. Then what is the term used to refer an investor who believes that the stock price will decline? അതായത് സ്റ്റോക്ക് പ്രൈസ് ഡിക്ലൈൻ ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും, കുറയുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ ആരാണ്? അവരാണ് ബിയർ എന്ന് പറയുന്നത് അല്ലേ. ബിയർ, കരടി നമ്മൾ കാളക്കൂറ്റങ്ങൾ ബുള്ളിഷ് ഓർത്തിരിക്കാൻ വേണ്ടി ബുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാളകളൊക്കെ ആളുകളിങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഇങ്ങനെ കുത്തി ഉയർത്തുന്ന ആളുകളാണ് അല്ലേ. അത്തരത്തിലുള്ള ബുള്ള്. അപ്പം ഇങ്ങനെ ഉയർത്തുക, പ്രൈസ് ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകാരാണ് ബുള്ളാണ് അല്ലേ. ബിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരടി കുനിഞ്ഞ് നടക്കുകയും അല്ലെങ്കിൽ തൻ്റെ ഇരയെ നിലത്ത് അടിക്കുകയും ചെയ്യുന്ന ഒരു മൃഗമാണ് കരടി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഡിക്രീസ് ചെയ്യുന്ന നിലത്തേക്ക് അല്ലെങ്കിൽ താഴോട്ട് എന്നുള്ള അർത്ഥത്തിൽ ബിയറിനെ നമുക്ക് ഓർത്തിരിക്കാം.
അപ്പോൾ അത്തരത്തിലുള്ള സ്പെക്കുലേറ്റർ ബിയർ ആണല്ലേ. ദെൻ ഹു ഈസ് എ സ്റ്റാഗ് ഇൻ ദി കണ്ടസ്റ്റ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്? സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? സ്റ്റാഗ് എന്ന് വെച്ചാൽ മറ്റൊരു സ്പെക്കുലേറ്ററാണ്. അപ്പോൾ സ്റ്റാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളം മാൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ആൻ ഇൻവെസ്റ്റർ ഹൂ ബൈസ് ഷെയർ ഇൻ ആൻ IPO വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് സെല്ലിംഗ് ദം ക്വിക്ക്ലി ഫോർ എ പ്രോഫിറ്റ്. അതായത് കമ്പനികൾ IPO എന്ന് വെച്ചാൽ നമുക്കറിയാം ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അല്ലേ. അതായത് കമ്പനി ഷെയറുകൾ ആദ്യം നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എവിടെയാണ്? IPO വഴിയാണ്. പ്രൈമറി മാർക്കറ്റിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഈ പ്രൈമറി മാർക്കറ്റിൽ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് വാങ്ങിക്കുകയും പിന്നീട് ആ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ട് വരുമ്പോൾ അതിൻ്റെ ഷെയർ വില കൂടി നിൽക്കുമ്പോൾ പെട്ടെന്ന് വിറ്റ് മാറുകയും ചെയ്യുന്ന ആ സ്പെക്കുലേറ്റീവ്സാണ് സ്റ്റാഗ് എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ വഴി പ്രൈമറി മാർക്കറ്റ് വഴി ഷെയറുകൾ വാങ്ങുകയും പിന്നീട് ആ ഷെയർ ലിസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തുമ്പോൾ വില കൂടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ നേരത്തെ വാങ്ങിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ലാഭം കൊയ്യുകയും ചെയ്യുന്ന സ്പെക്കുലേറ്ററാണ് സ്റ്റാഗ് എന്ന് പറയുന്നത്. അപ്പോൾ IPO ഇനീഷ്യൽ പബ്ലിക് ഓഫർ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് അതൊക്കെ ആരാണ്? സ്റ്റാഗ് ആണല്ലേ. Then what term is used for investors who believe that share price will rise and actively buy the shares to profit from this increase? ഷെയർ പ്രൈസ് കൂടുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്പെക്കുലേറ്റർ ആരാണ്? ബുള്ളുകളാണ് നമ്മൾ പറഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റർ ഈസ് മോസ്റ്റ് ലൈക്ലി ടു എൻഗേജ് ഇൻ ഷോർട്ട് സെല്ലിംഗ്? ഷോർട്ട് സെല്ലിംഗ് അതിലിടപെടുന്ന അല്ലെങ്കിൽ അതിലേർപ്പെടുന്ന ഇൻവെസ്റ്റർ അല്ലെങ്കിൽ സ്പെക്കുലേറ്റർ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് ബിയറുകളാണ് അല്ലേ, കരടികളാണ്. അപ്പോൾ ഈ ഷോർട്ട് സെല്ലിംഗ് എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഷോർട്ട് സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഷെയർ ഇല്ലാതെ, അതായത് നമുക്ക് ഈ ബ്രോക്കേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഷെയറുകൾ നമുക്ക് ബോറോ ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഷെയറിൻ്റെ പൈസ നമ്മളിപ്പോൾ കൊടുത്തിട്ടില്ല, അങ്ങനെ ബോറോ ചെയ്ത് ഷെയറുകൾ വാങ്ങിച്ചിട്ട് അത് നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയിൽ നമ്മൾ വിൽക്കും. ഇപ്പോൾ നമ്മൾ 500 രൂപയാണ് ഇന്നത്തെ വില എന്ന് വിചാരിക്കുന്നു. നാളെ അതിൻ്റെ വില 400 രൂപ ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ 500 രൂപയ്ക്ക് നമ്മൾ ഇന്ന് ആ ഷെയറുകൾ വിൽക്കുകയാണ്. നമ്മുടെ കയ്യിലില്ലാത്ത ഷെയറുകളാണ്, അങ്ങനെ വിൽക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതിനാണ് ഷോർട്ട് സെല്ല് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വിൽക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നാളെ അതിൻ്റെ വില 400 ആയിട്ട് മാറും. അപ്പോൾ 400 ആയിട്ട് കുറയും. അപ്പോൾ 400 ആയിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഷെയറുകൾ നമ്മൾ തിരികെ വാങ്ങിക്കും, മാർക്കറ്റിൽ നിന്ന് തിരികെ വാങ്ങിക്കും. അപ്പോൾ നമ്മൾ വാങ്ങിയ വില എത്രയാണ്? 400 രൂപ. വിറ്റ വില എത്രയാണ്? 500 രൂപ അല്ലേ. അപ്പോൾ അത് നമ്മുടെ വ്യത്യാസം 100 രൂപയാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ആ ഷെയറുകൾ നമ്മൾ ആദ്യം വാങ്ങിച്ച ഷെയറുകൾ ബ്രോക്കേഴ്സ് തിരികെ കൊടുക്കും, നമുക്ക് ലാഭം 100 രൂപ കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള, അതായത് വില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്ന ആരാണ്? ബിയേഴ്സ് ആണ് അല്ലേ, കരടികളാണ്. അപ്പോൾ അങ്ങനെ വില കുറയുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ഇപ്പോൾ ഷെയറുകൾ വിൽക്കുകയും നാളെ വില കുറയുമ്പോൾ തിരികെ വാങ്ങിക്കുകയും ചെയ്യുന്ന ആ ഒരു ഷോർട്ട് സെല്ലിംഗ് നടത്തുന്ന ആരാണ്? ബിയറുകളാണ്. ഓക്കെ, അപ്പം ഈ ഷോർട്ട് സെല്ലിങ്ങും ബിയേഴ്സുമായിട്ടാണ് ബന്ധം, ബുള്ളുമായിട്ടല്ലെന്ന് ഓർത്തിരിക്കുക. ദെൻ വാട്ട് ഈസ് ദി പ്രൈമറി മോട്ടിവേഷൻ ഫോർ സ്റ്റാക്സ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്? സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റാഗ് എന്താണ് ചെയ്യുന്നത്? അവരുടെ പ്രൈമറി മോട്ടിവേഷൻ എന്താണ്? അവരുടെ മോട്ടിവേഷൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ വഴി പ്രൈമറി മാർക്കറ്റിൽ നിന്ന് ഷെയറുകൾ വാങ്ങുകയും പിന്നീട് ആ ഷെയറുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിന് വില ഉയരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വില ഉയരുമ്പോൾ അപ്പോൾ തന്നെ ഷെയറുകൾ വിറ്റുമാറുകയും ചെയ്യുന്ന ആളുകളാണ് സ്റ്റാഗ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സ്പെക്കുലേറ്റേഴ്സാണ്. Then which of the following statements is true regarding the role of speculators in the stock market? അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് അനുവദനീയമാണ്. പക്ഷേ ഓവർ സ്പെക്കുലേഷൻ അത് നമുക്ക് മാർക്കറ്റിനെ അഡ്വൈസായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല. അതിന് ചില അതിൻ്റേതായിട്ടുള്ള റോളുകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ള കാര്യം എന്ന് ചോദിച്ചിരിക്കുന്നത്. സ്പെക്കുലേറ്റേഴ്സ് ഓൺലി എൻഗേജ് ഇൻ ഷോർട്ട് ടൈം ട്രേഡിങ് വിത്ത് നോ ഇമ്പാക്റ്റ് ഓൺ മാർക്കറ്റ് ലിക്വിഡിറ്റി. ഷോർട്ട് ടൈം ട്രേഡിങ്ങിലാണ് സ്പെക്കുലേറ്റേഴ്സ് എൻഗേജ് ചെയ്യുന്നത് പ്രധാനമായിട്ടും, അത് ശരിയാണ്. പക്ഷേ വിത്ത് നോ ഇമ്പാക്റ്റ് ഓൺ മാർക്കറ്റ് ലിക്വിഡിറ്റി, മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഷെയറുകൾ വാങ്ങി വിൽക്കുകയൊക്കെ ഈ സ്പെക്കുലേറ്റേഴ്സ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ലിക്വിഡിറ്റി അവിടെ വരുന്നുണ്ട്. അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യമാണ് ആദ്യത്തെ കാര്യം. സ്പെക്കുലേറ്റേഴ്സ് കോൺട്രിബ്യൂട്ട് ടു മാർക്കറ്റ് എഫിഷ്യൻസി ബൈ പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ആൻഡ് ഫെസിലിറ്റിംഗ് പ്രൈസ് ഡിസ്കവറി. അപ്പോൾ ലിക്വിഡിറ്റി കൊണ്ടുവരുന്നുണ്ട്, ഒപ്പം തന്നെ പ്രൈസ് ഡിസ്കവറിക്ക് ഷെയറിൻ്റെ വിലയൊക്കെ നിശ്ചയിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള സ്പെക്കുലേറ്റേഴ്സ് വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അല്ലേ. അതിൻ്റെ ഫലമായിട്ടാണ് ഷെയറിൻ്റെ വിലയൊക്കെ അൾട്ടിമേറ്റ്ലി ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. ബാക്കിയെല്ലാം തെറ്റായിട്ടുള്ള കാര്യമാണ്. സ്പെക്കുലേറ്റേഴ്സ് ആർ ഹാംഫുൾ, സ്പെക്കുലേറ്റേഴ്സ് മാർക്കറ്റിന് ഹാംഫുള്ളാണ്, അവരെ ഒഴിവാക്കണം. സ്പെക്കുലേറ്റേഴ്സ് ഓൺലി ഇൻവെസ്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് ബോർഡിൽ മാത്രമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഇപ്പോൾ ബി മാത്രമാണ് ശരി. ദെൻ ഹൗ ഡു ബുൾ മാർക്കറ്റ് ടിപ്പിക്കലി അഫക്റ്റ് ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ്? ബുൾ മാർക്കറ്റ് അത് ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? അതായത് ബുൾ മാർക്കറ്റ് ആണെങ്കിൽ അവിടെ ഒപ്റ്റിമിസം ആയിരിക്കും. ഒപ്റ്റിമിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒപ്റ്റിമിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഭാപ്തി വിശ്വാസമാണ്. ഷെയറിൻ്റെ വില കൂടും, നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഷെയറിൻ്റെ വില കൂടുമെന്നുള്ളതാണ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒപ്റ്റിമിസം ആർക്കാണുള്ളത്? ബുള്ളിനാണുള്ളത്. അവരാണ് ഷെയറിൻ്റെ വില കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി, കൂടുതൽ ആളുകൾ ഷെയറുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു ബുൾ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടുള്ളൊരു മാർക്കറ്റിൽ ആളുകൾ കൂടുതലായിട്ട് ഷെയറുകൾ വാങ്ങിക്കൂട്ടും, കാരണം അവിടെ ഒപ്റ്റിമിസം ഉണ്ടാവും. നേരെ തിരിച്ചാണ് ബെയർ മാർക്കറ്റിൽ പെസിമിസമാണ് ഉണ്ടാവുക, ദോഷമാണ് അവർ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ വില കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ച് അവരെ കൈവശമുള്ള ഷെയറുകളെല്ലാം അവർ വിറ്റുമാറാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. അത് ബിയർ മാർക്കറ്റിലാണ് വരിക.
വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് എ ബെയർ മാർക്കറ്റിൽ വരുന്ന എന്താണ്? സ്റ്റോക്ക് പ്രൈസ് ആർ ഫാളിങ്, അതായത് ഷെയറിൻ്റെ വിലയൊക്കെ കുറയുന്നു. ആൻഡ് പെസിമിസം പ്രവെയിൽസ്, അല്ലേ? ഒരു ശുഭാപ്തി വിശ്വാസം അല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് പെസിമിസമാണ് അവിടെ പ്രവെയിൽ ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. Then what is one potential negative impact of speculation in stock market? സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഈ സ്പെക്കുലേറ്റീവ്സ് കൊണ്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് പ്രൈസ് വൊളാറ്റിലിറ്റി ലീഡിങ് ടു മാർക്കറ്റ് ബബിൾസ്. അതായത് സ്പെക്കുലേഷൻ്റെ ഫലമായിട്ട് ആളുകൾ ഓവറായിട്ട് ഷെയറുകളൊക്കെ വാങ്ങിക്കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വാങ്ങിക്കൂട്ടുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു പരിധിയിൽ കൂടുതൽ അതിൻ്റെ ഇൻഡെക്സ് എല്ലാം ഉയർന്നു വരും. അപ്പോൾ അങ്ങനെ സ്പെക്കുലേറ്റീവ്സ് ഇങ്ങനെ ഓവർ പ്ലേ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു ഷെയർ മാർക്കറ്റിൻ്റെ കുതിപ്പിനെയാണ് ബബിൾ എന്നൊക്കെ പറയുക. അതായത് നമ്മൾ ഈ ഒരു സോപ്പ് കുമ്മളൊക്കെ ഇല്ല, അത് ഒരു ബബിളായിട്ട് ഇങ്ങനെ വീർത്ത് നിൽക്കും. അത് എപ്പോഴും പൊട്ടി തകർന്ന് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം സ്പെക്കുലേറ്റീവ്സ് ആണ് കൂടുതൽ പ്ലേ ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ ഈ ഷെയറുകൾ വാങ്ങുകയൊക്കെ ചെയ്തിട്ടിരിക്കുന്നെങ്കിൽ അതിന് ഫലമായിട്ട് ബബിൾസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ ഒരു സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? കാരണം പെട്ടെന്ന് ഷെയർ മാർക്കറ്റൊക്കെ തകരുമ്പോൾ അവരെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം ഒത്തിരി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴൊക്കെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബബിളാണ് എന്നുള്ളൊരു ആശങ്ക പൊതുവേ എക്കണോമിക് എക്സ്പേർട്ടുകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും ഇപ്പോൾ ഷെയർ മാർക്കറ്റ് നല്ലോണം ഇടിഞ്ഞാണ് നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ അതൊരു ബബിൾ ആയതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് ഇടിഞ്ഞതെന്നൊക്കെ ഒരു ആരോപണം പറയുന്നുണ്ട്. ഏതായാലും ഈ സ്പെക്കുലേറ്റേഴ്സ് അതിനൊരു പരിധിവരെ കാരണമാകുന്നുണ്ട്. നമുക്ക് സെക്ഷൻ ബിയിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഇമ്പാക്റ്റ് ഓഫ് സ്പെക്കുലേഷൻ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്? സ്റ്റോക്ക് മാർക്കറ്റിൽ സ്പെക്കുലേഷൻ്റെ ഇമ്പാക്റ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ഫോർ ഓൾ ഇൻവെസ്റ്റേഴ്സ്, എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ഒന്നും കിട്ടുകയില്ല, അല്ലേ? സ്പെക്കുലേഷനിൽ വളരെ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലോങ് ടൈമിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഷെയറിലും ഡിബഞ്ചറിലൊക്കെ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു സ്ട്രാറ്റജിയായിട്ട് പറയപ്പെടുന്നത്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ അതുപോലെ തന്നെ കനത്ത നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? വളരെ വലിയൊരു അനിശ്ചിതത്വം അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ ഷെയർ മാർക്കറ്റിലേക്ക് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ. സ്പെക്കുലേറ്റേഴ്സ് ആർ ഓഫൺ ക്യാരക്ടറൈസ്ഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോവിങ് ട്രേഡ്സ്? സ്പെക്കുലേറ്റേഴ്സ് താഴെ പറയുന്ന ഏതൊക്കെ ട്രേഡ്സ് ആണ് അവർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഷോർട്ട് ടൈം ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് അവർക്ക് ഏറ്റവും വരുന്നത്, അല്ലേ? ഷോർട്ട് ടൈമിലേക്കാണ് അവർ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ലോങ് ടൈം അല്ല. റിസ്കിനോട് അവർക്ക് വെറുപ്പില്ല, റിസ്ക് എടുക്കാൻ റെഡിയാണ്, അല്ലേ? ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ അതിനോട് പേടിയില്ല. ഇൻവെസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ഡിവിഡൻറ്റിന് വേണ്ടി ഒന്നല്ല അവർ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത പെട്ടെന്നുണ്ടാകുന്ന ഷെയറിൻ്റെ വിലയുണ്ടാകുന്ന വ്യത്യാസം മുതലാക്കിക്കൊണ്ട് പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്പെക്കുലേറ്റീവ് ശ്രദ്ധിക്കുന്നത്, അല്ലേ? അപ്പോൾ ഷോർട്ട് ടൈം ട്രേഡിംഗ് ആണ് അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ എ ലെയിം ഡെക്ക് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്? അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ മറ്റൊരു സ്പെക്കുലേറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാതിരുന്ന ഒരു സ്പെക്കുലേറ്ററാണ് ലെയിം ഡെക്ക് എന്ന് പറയുന്നത്. ലെയിം ഡെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടന്തൻ താറാവ് എന്നൊക്കെ അർത്ഥമുണ്ട്. ആ ഇൻവെസ്റ്റർ ഹൂ ഈസ് വെരി ആക്റ്റീവ് ഇൻ ട്രേഡിങ്ങിൽ വെരി ആക്റ്റീവായിട്ടുള്ള ആളൊന്നുമല്ല ഈ പറഞ്ഞ ലെയിം ഡെക്ക് എന്ന് പറയുന്നത്. ആൻ ഇൻവെസ്റ്റർ ഹൂ ഫെയിൽസ് ടു മീറ്റ് ഹിസ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഇൻ സ്റ്റോക്ക് ട്രേഡിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ്. അപ്പോൾ സ്റ്റോക്ക് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളെയാണ് നമ്മൾ ലെയിം ഡെക്ക് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അത് ഒരു ബെയർ അല്ലെങ്കിൽ ഷോർട്ട് സെല്ലിംഗ് നടത്തുന്ന ആളുകൾക്കാണ് അത് സംഭവിക്കുക. അതായത് നമ്മൾ ഇന്ന് ഷെയറുകൾ നമ്മൾ കടമായിട്ട് വാങ്ങിച്ച് വിറ്റ് വയ്ക്കുകയാണ്. ഇന്നത്തെ മാർക്കറ്റ് വിലയിൽ നമ്മൾ ഷെയറുകൾ കടമായിട്ട് സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ നിന്ന് അറേഞ്ച് ചെയ്ത ആ ഷെയറുകൾ വിൽക്കുകയാണ്, അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്ന നാളെ 400 രൂപയായിട്ട് 500 രൂപയ്ക്കാണ് ഇന്ന് വിൽക്കുന്നത്. നാളെ 400 ആകുമ്പോൾ തിരിച്ചു വാങ്ങാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നാളെ അതൊരു 800 കൂടിപ്പോയി, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ കനത്ത നഷ്ടമാണ് ഈ ഒരു സ്പെക്കുലേറ്റർക്ക് വരിക. അപ്പോൾ ഒരുപക്ഷെ അയാളുടെ കയ്യിൽ ക്യാഷ് ഇല്ല എങ്കിൽ അയാൾക്ക് കനത്ത നഷ്ടം വരും. ആ ഒരു ക്യാഷ് ഉണ്ടെങ്കിൽ അത്രയും രൂപ നഷ്ടപ്പെടും. അപ്പം അത് അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റിൽ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആളിനെ നമുക്ക് എന്ത് വിളിക്കാം? അത്തരത്തിലുള്ള സ്പെക്കുലേറ്ററെയാണ് ലെയിം ഡെക്ക് എന്ന് പറയുന്നത്. ഹൗ ക്യാൻ സ്പെക്കുലേഷൻ ഇമ്പാക്ട് ദ ഓവറോൾ ഇക്കോണമി? ഓവറോൾ ഇക്കോണമി സ്പെക്കുലേഷൻ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇറ്റ് ക്യാൻ ലീഡ് ടു മിസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് ആൻഡ് എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി. എക്കണോമിക്കായിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി വരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയറിൻ്റെ പ്രൈസിൻ്റെ വിലയൊക്കെ ഇങ്ങനെ വളരെ വലിയ ചാഞ്ചാട്ടങ്ങൾ, ഓക്സിലേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റിസോഴ്സസ് മിസ് അലോക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് കൂടുതൽ ലാഭം കിട്ടുകയും കുറേ ആളുകൾ ധാരാളം പൈസ നഷ്ടപ്പെടുകയും അങ്ങനെയുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വാട്ട് ഈസ് ദി മെയിൻ മോട്ടിവേഷൻ ഫോർ സ്റ്റാക്സ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്? സ്റ്റോക്ക് മാർക്കറ്റിലെ അവരുടെ പ്രധാനപ്പെട്ട മോട്ടിവേഷൻ എന്തായിരുന്നു? ക്യാപിറ്റലൈസ് ദ പ്രൈസ് മൂവ്മെൻറ്റ്സ് വെൻ ഷെയർസ് ആർ ലിസ്റ്റഡ്. അത് നമ്മൾ IPO വഴി വാങ്ങിച്ചിട്ട് പ്രൈമറി മാർക്കറ്റിൽ വാങ്ങിച്ചിട്ട് ആ ഷെയറുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതുണ്ടാകുന്ന പ്രൈസിൻ്റെ ഇൻക്രീസ് മുതലാക്കുക എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതാണ് അവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദി മെയിൻ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് സ്പെക്കുലേഷൻ ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്? സ്റ്റോക്ക് മാർക്കറ്റിൽ സ്പെക്കുലേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ കയ്യിലുള്ള പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മുടെ മുടക്കുമുതൽ പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് സ്പെക്കുലേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കുക. ബുൾസ് ആർ ഇൻവെസ്റ്റേഴ്സ് ഹൂ ആൻറ്റിസിപ്പേറ്റ് റൈസിംഗ് സ്റ്റോക്ക് പ്രൈസ് കൂടുമെന്ന് പ്രതീക്ഷിക്കുന്ന ബുൾസാണ്, ശരിയായിട്ടുള്ള കാര്യമാണ്. ബിയേഴ്സ് ആർ ഇൻവെസ്റ്റേഴ്സ് ഹൂ എക്സ്പെക്ട് സ്റ്റോക്ക് പ്രൈസ് ടു റൈസ്. ബിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
സ്റ്റോക്ക് പ്രൈസ് ഡിക്ലൈൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ് അല്ലേ, അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യമാണ്. സി സ്റ്റാക്സ് എയിം ടു പ്രോഫിറ്റ് ഫ്രം IPO വാങ്ങിക്കുന്ന ആരാണ്? സ്റ്റാക്സ് ആണ് അല്ലേ. അപ്പോൾ എയും സിയുമാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് സ്പെക്കുലേറ്റീവ്സ് ആൻഡ് സ്പെക്കുലേഷൻ. ഒന്ന്, സ്പെക്കുലേഷൻ ക്യാൻ ലീഡ് ടു ഇൻക്രീസ്ഡ് മാർക്കറ്റ് വൊളാറ്റിലിറ്റി ആൻഡ് പ്രൈസ് ഫ്ലക്ച്വേഷൻ. ശരിയാണ്. മാർക്കറ്റിൻ്റെ വൊളാറ്റിലിറ്റി അല്ലെങ്കിൽ പ്രൈസ് പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് ഫ്ലക്ച്വേഷന് കാരണമാകുന്ന ഈ സ്പെക്കുലേഷൻ കാരണമാണ്. ശരിയാണ്. ബുൾസ് ആൻഡ് ബേസ് ഹാവ് നോ ഇമ്പാക്ട് ഓൺ മാർക്കറ്റ് ലിക്വിഡിറ്റി. മാർക്കറ്റ് ലിക്വിഡിറ്റിയിൽ സ്പെക്കുലേറ്റീവ്സിന് ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ നോ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ദ ആക്ഷൻസ് ഓഫ് സ്പെക്കുലേറ്റീവ്സ് ക്യാൻ ഹെൽപ്പ് ഇൻ പ്രൈസ് ഡിസ്കവറി ഇൻ മാർക്കറ്റ്. സ്പെക്കുലേറ്റീവ്സോടും കൂടിയാണ് അവരുടെ ഒരു വിൽപ്പന വാങ്ങൽ കൊണ്ട് തന്നെ ഷെയറിൻ്റെ വിലയൊക്കെ നിശ്ചയിക്കപ്പെടുന്നത് അല്ലേ, അത് ശരിയായ കാര്യമാണ്. അപ്പോൾ എയും സിയും ശരിയാണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് സ്പെക്കുലേറ്റീവ്സുമായി ബന്ധപ്പെട്ട മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കുക. BS പ്രൈമറിലി ഇൻവെസ്റ്റ് ഇൻ കമ്മോഡിറ്റീസ് റാദർ ദാൻ ഷെയർസ്. BS എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മോഡിറ്റിയിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നു. തെറ്റായിട്ടുള്ള കാര്യമാണ്. അവർ ഷെയറുകളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. സ്റ്റാക്സ് ഓഫൺ ലുക്ക് ഫോർ ക്വിക്ക് പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റിംഗ് IPOs. ശരിയാണ്, ശരിയായിട്ടുള്ള കാര്യമാണ്. ലേം ഡെക്സ് ആർ ഇൻവെസ്റ്റേഴ്സ് ഹു ഫെയിൽ ടു മേക്ക് ടൈംലി റിട്ടേൺസ് ആൻഡ് ഇൻകർ ലോസസ്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഡിസ്കസ് ഓൾറെഡി ചെയ്ത കാര്യമാണ് അല്ലേ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സ്പെക്കുലേറ്റേഴ്സ് ജനറലി അഡോപ്റ്റ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ. സ്പെക്കുലേറ്റേഴ്സ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. ബുൾസ് ആൻഡ് ബിയേഴ്സ് ആർ എസെൻഷ്യൽ ഇൻ മെയിൻറ്റെയിനിങ് മാർക്കറ്റ് ബാലൻസ്. മാർക്കറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തരത്തിലുള്ള ബുള്ളുകളും ബിയറുകളെല്ലാം രണ്ടുപേരും ആവശ്യമാണ് അല്ലേ. സ്റ്റാക്സ് എയിം ടു ക്യാപിറ്റലൈസ് ദ ഇനീഷ്യൽ ഹൈപ്പ് ഓഫ് ന്യൂ പബ്ലിക് ഓഫറിംഗ്. ന്യൂ പബ്ലിക് ഓഫറിംഗ് വഴി ഷെയറുകൾ വാങ്ങിയും അതിന് ഇനീഷ്യൽ ഹൈപ്പ്, അതായത് അത് സ്റ്റോക്ക് മാർക്കറ്റിൽ അത് ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ പെട്ടെന്നൊരു ഇനീഷ്യൽ ഹൈപ്പ്, ഒരു ഷെയറിൻ്റെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രതീക്ഷയോടെ നിൽക്കുന്ന ഷെയറുകൾ വാങ്ങിക്കുന്ന ആളുകളെയാണ് സ്റ്റാക്സ് എന്ന് പറയുന്നത്. ശരിയാണല്ലേ. B and C ആർ കറക്റ്റ്. സ്പെക്കുലേഷൻ ക്യാൻ ലീഡ് ടു ഇൻക്രീസ്ഡ് വൊളാറ്റിലിറ്റി ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. ശരിയാണ്. സ്പെക്കുലേറ്റേഴ്സ് ഓഫൺ ബൈ ആൻഡ് സെൽ റാപ്പിഡ്ലി ബേസ്ഡ് ഓൺ ഷോർട്ട് ടൈം പ്രൈസ് മൂവ്മെൻറ്റ്സ് അല്ലേ. രണ്ട് കാര്യങ്ങൾ ശരിയാണ്. ബുൾസ് ആർ ഇൻവെസ്റ്റേഴ്സ് ഹു എക്സ്പെക്ട് സ്റ്റോക്ക് പ്രൈസ് ടു റൈസ്. ശരിയായിട്ടുള്ള കാര്യമാണ്. ബുൾസ് ആക്ച്വലി ബൈ സ്റ്റോക്ക് ടു പ്രോഫിറ്റ് ഫ്രം ആൻറ്റിസിപ്പേറ്റഡ് പ്രൈസ് ഇൻക്രീസ്. വില കൂടുമെന്ന പ്രതീക്ഷയിൽ ഷെയറുകൾ വാങ്ങുന്നതാണ് ബുൾസ് എന്ന് പറയുന്നത് അല്ലേ. രണ്ട് കാര്യങ്ങൾ ശരിയാണ്. BS എക്സ്പെക്ട് സ്റ്റോക്ക് പ്രൈസ് ടു ഫാൾ. സ്റ്റോക്ക് പ്രൈസ് കുറയുമെന്ന് പ്രതീക്ഷിക്കുന്ന ആരാണ്? BS ആണ്. ശരിയാണ്. BS ടിപ്പിക്കലി എൻഗേജ് ഇൻ ഷോർട്ട് സെല്ലിംഗ്. BS ആണ് ഷോർട്ട് സെല്ലിങ്ങിൽ എൻഗേജ് ചെയ്യപ്പെടുന്നത് അല്ലേ, അവരാണ് ഏർപ്പെടുന്നത്. ശരിയാണ്. സ്റ്റാക്സ് എയിം ടു മേക്ക് ക്വിക്ക് പ്രോഫിറ്റ്. സ്റ്റാക്സ് ക്വിക്ക് പ്രോഫിറ്റ് IPOയിൽ നിന്ന് ക്വിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് സ്പെക്കുലേറ്റേഴ്സ് ആരാണ്? സ്റ്റാക്കാണ്. ശരിയാണ്. സ്റ്റാക്ക് ബൈ ഷെയർസ് അറ്റ് ദ ഓഫറിംഗ് പ്രൈസ് ആൻഡ് ഷെൽ ദം ആസ് സൂൺ ആസ് ദി പ്രൈസ് റൈസ്. അപ്പോൾ ഓഫറിംഗ് പ്രൈസിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ കമ്പനി ഓഫർ ചെയ്യുന്ന പ്രൈസിൽ ഷെയറുകൾ വാങ്ങുകയും പിന്നീട് ഷെയറിൻ്റെ വില സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുമ്പോൾ പെട്ടെന്ന് വിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ് സ്റ്റാക്സ് എന്ന് പറയുന്നത്. ശരിയാണ് അല്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. നമ്മൾ കഴിഞ്ഞ ഈ മൊഡ്യൂളിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് തീർത്തു. ബാക്കിയുള്ള ഭാഗങ്ങളൂടെ ഈ ക്ലാസ്സിൽ എടുത്ത് തീർത്തിരിക്കുന്നു. ഇനി അടുത്തത് തേർഡ് മൊഡ്യൂളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മറന്നു വരുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക്